Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് നടന്ന നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ 28 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 29th ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. One is labeled as assertion A and other is labeled as reason R. ഒന്നിനെ എങ്ങനെ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്? assertion A ആയിട്ടും മറ്റൊരെണ്ണത്തിനെ reason R ആയിട്ടുമാണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ആ രീതിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. The technique of art is to make objects unfamiliar to make forms difficult to increase the difficulty and length of the perception അല്ലേ. അപ്പൊ technique of art എന്ന് പറയുന്നത് എന്താണ്? is to make objects unfamiliar അല്ലേ. is to make objects unfamiliar to make forms difficult to increase the difficulty and length of perception. Okay, അപ്പം അസർഷന്റെ കൂടെ തന്നെ നമുക്കൊരു റീസണും കാണും. ഓക്കെ, അസർഷനും റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർഷൻ പ്രസ്താവനയാണ്. ഓക്കെ, ആ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യുന്നതാണോ റീസൺ, കാരണം ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻസിനകത്തിൽ നമുക്ക് ഉണ്ടാവും ആ അസർഷൻ ഈ റീസണിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, അല്ലെങ്കിൽ ഈ റീസൺ എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണമാണോ എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ടെക്നിക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് അൺഫെമിലിയറിനെ to make forms difficult and increase the difficulty and length of perception എന്നുള്ളതാണോ, അതോ റീസണിലുള്ളത് പ്രോസസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഈസ്തറ്റിക് എൻഡ് ആണ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് മസ്റ്റ് ബി പ്രൊലോങ്ഡ് അല്ലേ. ഈ ഈസ്തറ്റിക് സെൻസ് എന്നൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലല്ല. അത് ഇന്റലിജൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു ഘടകവുമല്ല. കുറേ ഫാക്ടേഴ്സ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യണം. Both the A and R are correct and R is the correct explanation of A. Both the A and R are correct but R is not the correct explanation of A. A is correct but R is not correct. A is not correct but R is correct. Okay, ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് അല്ലയോ ഇവിടെ നമുക്കുള്ളത്. ഈ ഓപ്ഷൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആൻസർ കണ്ടെത്താനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഓപ്ഷന്റെ ബേസിൽ വേണം നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഗിവൺ ബിലോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതിനകത്ത് ഈ അസർഷനും റീസണും ആർട്ടിനെ കുറിച്ചുള്ളതാ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എയും ആറും കറക്റ്റും ആണ്. ആർ എന്ന് പറയുന്നത് എക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണമാണ് ഇല്ല. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കി. രണ്ടും വായിക്കുമ്പോൾ നമുക്ക് കിട്ടും എയും ആറും ശരിയാണ്, രണ്ട് പ്രസ്താവനയും ശരിയാണ് അല്ലെ. പ്രസ്താവനയും കാരണവും ശരിയാണ്. ഈ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം തന്നെയാണ് റീസണിൽ ഉള്ളത് അല്ലെ. സോ ഇത് കൃത്യമായിട്ട് വായിച്ചോണേ. എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഇത് രണ്ടും കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് തമ്മിൽ ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്യുന്ന കേസിൽ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In English, if 3 consonants form a cluster at the beginning of a syllable, the first consonant will be always. Okay, ഇംഗ്ലീഷിൽ 3 കോൺസണൻസ് ആണ് ഒരു ക്ലസ്റ്ററിനെ ഫോം ചെയ്യുന്നത് at the beginning of a syllable. ഒരു സിലബിളിന്റെ ബിഗിനിങ്ങിൽ 3 കോൺസണന്റുകൾ ചേരുന്നിടത്താണ് ഒരു ക്ലസ്റ്റർ നമുക്ക് കിട്ടുന്നത്. Okay, the cluster at the beginning of a syllable. Okay, so the first consonant will be always. ഇംഗ്ലീഷിൽ 3 consonants form a cluster. 3 കോൺസണന്റുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്കൊരു ക്ലസ്റ്റർ ഫോം ചെയ്യാനുള്ള സാധ്യത എവിടെ ഉണ്ട്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സിലബിൾ. ഈ കോൺസണന്റ് എവിടെ വരണം? സിലബിളിന്റെ ബിഗിനിങ്ങിൽ. ദാറ്റ് മീൻസ് 3 എന്താ പറയാ, ഇഫ് ദ 3 കോൺസണന്റ്സ് ഫോം എ ക്ലസ്റ്റർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സിലബിൾ, ദ ഫസ്റ്റ് കോൺസണന്റ് വിൽ ബി ഓൾവേസ്. അതായത് 3 കോൺസണന്റുകൾ ചേരുന്നിടത്ത് എന്താ പറയാ ക്ലസ്റ്റർ ഉണ്ടാവുന്നുവെങ്കിൽ ഫസ്റ്റ് കോൺസണന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കണം? സ, പ, ട്, ക നമുക്കിവിടെ കാണാൻ സാധിക്കും. സ സൗണ്ട് ആയിരിക്കണം കേട്ടോ. സ സൗണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലസ്റ്റർ ഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു ജനറൽ കണ്ടീഷൻ ആണേ. General condition in transcription or phonetics. In English, if 3 consonants form a cluster at the beginning of a syllable, first consonant will be always. First consonant എപ്പോഴും എന്തായിരിക്കും എന്നൊരു ഇതുണ്ട്. സ സൗണ്ട് ആവാനാണ് സാധ്യത.
In English, if three consonants form a cluster at the beginning of a syllable, the first consonant will be always Z. These three consonant clusters typically form a street pattern. Z plus voiceless plosive P, T, K, per, T, K plus approximately L, R, V such as the street, okay, split, square, അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ജനറലി സ് സൗണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് അവിടെ വരേണ്ടത്. ഇനി അതുപോലെ തന്നെ സ് സൗണ്ട് മാത്രം പോരാ, സ് പ്ലസ് നമുക്കൊരു വോയിസ്ലെസ് പ്ലോസീവ് നിർബന്ധമാണ്, പ്ലസ് നമുക്കൊരു അപ്രോക്സിമെന്റും വേണം. ഇനി ഇതൊക്കെ എന്താണെന്നായിരിക്കും ഇപ്പം നമുക്കൊരു ചിന്ത അല്ലേ, കാരണം ഫോണിറ്റിക്സ് ഒക്കെ പഠിച്ച് നമ്മൾ കുറച്ച് നാളായിട്ടുണ്ടാവും. അപ്പം എന്താണ് ഈ സ് സൗണ്ട് മനസ്സിലായല്ലോ, സ് സൗണ്ട് ഉറപ്പായിട്ടും തുടക്കത്തിൽ വേണം. പിന്നെ വോയിസ്ലെസ് പ്ലോസീവായിട്ട് നമുക്കുള്ളത് പേ, ട്, ക ആണ്. ഇത് ജനറൽ പ്ലോസീവ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാ കേസിലും ഇതാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രോക്സിമെന്റ്സ് എന്ന് പറയുമ്പോൾ ല, റ്, വ സൗണ്ടുകളാണ് നമുക്ക് പ്രോക്സിമെന്റ്സ് ആയിട്ടുള്ളത്. അവരെ നമ്മൾ ഒരെണ്ണത്തിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ കൊടുക്കാനാണെങ്കിൽ അതേ നോക്കിക്കോ, സ് സൗണ്ട് വന്നിട്ടുണ്ട്, പ്ലസ് വോയിസ്ലെസ് പ്ലോസീവ് ആയിട്ടുള്ള ട് വന്നിട്ടുണ്ട്, പ്രോക്സിമെന്റ് ആയിട്ടുള്ള റ് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, സ്ട്രീറ്റ് എന്നുള്ള വാക്കിനകത്താണെങ്കിൽ ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ ക്ലസ്റ്റർ ഫോം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സ്പ്ലിറ്റ് എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ സ് ഉണ്ട്, പിന്നെ നമ്മുടെ വോയിസ്ലെസ് പ്ലോസീവ് ആയിട്ടുള്ള പ ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് എന്തുവാ, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ല സൗണ്ട് ഉണ്ട് അല്ലേ. സ്പ്ലിറ്റ് എന്നുള്ള വാക്കിനകത്തും നമുക്ക് ക്ലസ്റ്റർ കിട്ടും. ഇനി സ്ക്വയർ എടുക്കാം. സ്ക്വയർ എന്ന് പറയുമ്പം സ് സൗണ്ട് ഉണ്ട്, പിന്നെ നമുക്ക് വോയിസ്ലെസ് പ്ലോസീവ് ആയിട്ടുള്ള ക ഉണ്ട്, പിന്നെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വ ഉണ്ട് അല്ലെ. ഇവിടെയും നമുക്കൊരു ക്ലസ്റ്റർ കിട്ടും. ഓക്കെ, ഈ ഒരു ഐഡിയ ആണ് ഇവിടെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ജനറൽ കണ്ടീഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിട്ടിക്കൽ വർക്ക്സ് ഓഫ് മാത്യു അർണോൾഡ് ഡസ് നോട്ട് പ്രീച്ച് ദാറ്റ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ഓക്കെ, നോക്കിക്കേ, ഡസ് പ്രീച്ച് എന്നാണ്, സോറി കേട്ടോ, ഡസ് പ്രീച്ച് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിട്ടിക്കൽ വർക്ക്സ് ഓഫ് മാത്യു അർണോൾഡ്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കാണ്, റൈറ്റർ, പോയറ്റ്, ക്രിട്ടിക് ഒക്കെ തന്നെയാണ്, എസ്സേയിസ്റ്റ് ഒക്കെയാണ് നമ്മുടെ അർണോൾഡ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്, ക്രിറ്റിസിസത്തിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, കൾച്ചർ ആൻഡ് അനാർക്കി ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പേരെടുത്ത എസ്സേസ് ആണ്. അപ്പം ഏത് ക്രിട്ടിക്കൽ വർക്കിലാണ് മാത്യു അർണോൾഡ് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ ദൈവീകത്വം എന്നൊക്കെ ഉള്ളത് നമ്മളിൽ തന്നെയാണ്. ഓക്കെ, നമ്മളുടെ നല്ല പ്രവർത്തികളിലൂടെയാണ് ദൈവത്തിനെ നമുക്ക് അറിയാനും തൊടാനും സ്പർശിക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ, അപ്പം എസ്സേസ് ഇൻ ക്രിറ്റിസിസത്തിലാണോ, കൾച്ചർ ആൻഡ് അനാർക്കിയിലാണോ, സ്റ്റഡി ഓഫ് പോയിട്രിയിലാണോ, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയിലാണോ? ഇതിനകത്ത് കൾച്ചർ ആൻഡ് അനാർക്കിയും ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയും ഓഫ് കോഴ്സ് നമ്മുടെ അർണോൾഡിന്റെ വർക്കാണ്. ആദ്യം തന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് എല്ലാ അർണോൾഡ് വർക്ക് ആവണമെന്നില്ല. ചിലപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിട്ടിക്കൽ വർക്ക്സ് ഓഫ് അർണോൾഡ് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ അർണോൾഡ് വർക്ക് അതിനകത്ത് ഉണ്ടാവത്തില്ല. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അർണോൾഡിന്റെ വർക്ക് ആണോ അല്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഇനി ആണോ എങ്കിൽ ഏതിലാണ് ഇത് വരാനുള്ള സാധ്യത? ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയിലാണ് കേട്ടോ. ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയിലാണ് ഈ ഒരു ഐഡിയ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ 1873 വർക്കാണ് ഓഫ് റിലീജിയസ് ക്രിറ്റിസിസം. മാത്യു അർണോൾഡ് ആർഗ്യൂസ് ദാറ്റ് ബൈബിൾ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് പോയട്രി റാദർ ദാൻ സയന്റിഫിക് ഓർ റിജിഡ് ഡോഗ്മ. അല്ലെ, ബൈബിളിനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? കവിത പോലെയാണ് അല്ലെ. അതിന് ഒരു സയന്റിഫിക് അല്ലെങ്കിൽ റിജിഡ് ഡോഗ്മയായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ, ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗ്മ നമ്മൾ ഈ നോംസ് ഡോഗ്മ എന്നൊക്കെ പറയാറുണ്ട്, റൂൾ എന്നാണ് കേട്ടോ. കണ്ടീഷൻസ്, നമ്മൾ കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറയുമല്ലോ, എല്ലാം ചെയ്യാം പക്ഷേ കണ്ടീഷൻസ് അപ്ലൈഡ്. ഓക്കെ, എല്ലാം ഓക്കെ ആണ് ബട്ട് conditions applied. Okay, so in this 1873 works of religious criticism, Matthew Arnold argues that Bible should be understood as poetry rather than scientific or rigid dogma. He interprets the phrase "the kingdom of God is within you" from the Luke 17:21 to 17:21 ആ ഒരു എന്താ പറയാ സാൻസ് ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് to emphasize that true religion is an internalized sense of morality and ethical conduct which he famously defined as 3/4 of life. അല്ലേ, 3/4 of life. നമ്മുടെ ലൈഫിലെ നല്ല വാല്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. കുറെ ഐഡിയാസ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ. അതൊക്കെ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മെസ്സേജുകളിലൂടെയാണ് നമുക്ക് അതിനൊക്കെ സാധിക്കുന്നത്. ഓക്കെ,
സോ എന്താ പറയുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിട്ടിക്കൽ വർക്ക്സ് ഓഫ് മാത്യു അർണോൾഡ് ഡസ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു? ആൻസർ വരുന്നത് ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയാണ്. പിന്നെ അർണോൾഡ് ആയതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഡോവർ ബീച്ച് ആരുടെ കവിതയാണെന്ന് കാണാൻ ചോദിച്ചാൽ അത് അർണോൾഡിൻ്റെയാണ്. ഇതിനകത്ത് പറയുന്ന ഒരു പ്രസ്താവനയാണ് സീ ഓഫ് ഫെയ്ത്ത് അല്ലേ. അതായത് അർണോൾഡും വൈഫും കൂടെ വിവാഹത്തിന് ശേഷം ആദ്യ നാളുകളിൽ അവരൊരു സീഷോറിൽ നിൽക്കുകയാണ്, ഡോവർ ബീച്ചിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് അർണോൾഡ് വൈഫിനോട് പറയാണ് എബ് ഓഫ് ലവ് ഇല്ലേ, അല്ലെങ്കിൽ എബ് ഓഫ് ദ സീ എന്നൊക്കെ പറയുന്നുണ്ട്. തിരമാലകൾ അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇല്ലേ, തിരമാലകൾ ഇങ്ങോട്ട് വരുമ്പം എന്താ പറയുക സന്തോഷം വരുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ കടലിലേക്ക് നോക്കും. ഇപ്പം വിജനതയെ ഏറ്റവും കൂടുതൽ അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്ന കടൽ അല്ലേ, കടൽ അതിനുള്ള വലിയൊരു സാധ്യതയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ പറയാ കടലിലൂടെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ നമുക്ക് എന്താണ് എടുത്തുകൊണ്ടാണ് കടൽ പിൻവാങ്ങുന്നത് എന്നൊക്കെയുള്ള കുറേ ഐഡിയാസ് പറയുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടച്ച് സ്റ്റോൺ മെത്തേഡ്, അതായത് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് പറയുന്നത് നമുക്ക് പഴയകാല റൈറ്റേഴ്സിന്റെ, ഇപ്പൊ ഷേക്സ്പിയർ അടക്കമുള്ള വലിയൊരു ഗ്രൂപ്പിന്റെ വർക്കിന്റെ ബേസിൽ വേണം മോഡേൺ റൈറ്റേഴ്സിന്റെ വർക്കിനെ അനലൈസ് ചെയ്യാനെന്നാണ്. എന്നാൽ ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അങ്ങനെ അല്ല, പുതിയ റൈറ്റേഴ്സ് വരുമ്പോൾ കുറെ പുതിയ മാറ്റങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. കുറച്ച് എക്സ്പ്ലനേഷനും അതിനുണ്ടായിരുന്നു. അറേഞ്ച് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട അടുത്ത ചോദ്യം എന്ന് പറയുന്നേ arrange the following universities in chronological order in terms of offering courses on Indian English writing. Indian English writing കോഴ്സുകൾ ഓഫർ ചെയ്തതിന്റെ ബേസിൽ ആദ്യം എവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതിന്റെ ബേസിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളെ അറേഞ്ച് ചെയ്യണം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട് ഹൈദരാബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, കർണാടക യൂണിവേഴ്സിറ്റി, ആന്ധ്ര യൂണിവേഴ്സിറ്റി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? മൊത്തം 5 എണ്ണം ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഹൈദരാബാദിൽ, യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, കർണാടക യൂണിവേഴ്സിറ്റി, ആന്ധ്ര യൂണിവേഴ്സിറ്റി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ളതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ABDCE ഉണ്ട്, CDBEA ഉണ്ട്, BDCEA ഉണ്ട്, അതുപോലെ തന്നെ DBACE ഉണ്ട് അല്ലെ. ABDCE ഉണ്ട്, CDBEA ഉണ്ട്, BDCEA ഉണ്ട്, DBACE എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ, എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. റൈറ്റ് ആൻസർ വരുന്നത് DBACE ആണ് കേട്ടോ, DBACE. അപ്പൊ ഡി ഏതാ? ആന്ധ്ര യൂണിവേഴ്സിറ്റി. ആദ്യം നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിന് കോഴ്സ് കൊടുത്തു. രണ്ടാമത് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, മൂന്നാമത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഹൈദരാബാദ്, നാലാമത് നമ്മുടെ കർണാടക യൂണിവേഴ്സിറ്റി, അഞ്ചാമതായിട്ട് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിൽ കോഴ്സുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ആദ്യം ആന്ധ്രയിൽ, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറിൽ, പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഹൈദരാബാദിൽ, കർണാടക യൂണിവേഴ്സിറ്റിയിൽ, ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ. ഇത് ഏത് യൂണിറ്റിൽ വരും എന്നൊക്കെ കുറച്ച് ഡൗട്ടുകൾ ഇപ്പം നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. 6ാമത്തെ യൂണിറ്റിൽ ഇന്ത്യൻ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സ് ഓഫറിംഗ് ഒന്നും നമ്മൾ അത്രയും നോക്കുന്നുണ്ടാവില്ല. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ വന്നൊരു ചോദ്യമാണ്. എപ്പോഴും ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, റെയർ ആയിട്ട് നമുക്ക് 1-2 ചോദ്യങ്ങളാണ്. അപ്പം നമ്മുടെ ഒരു ലോജിക്കൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ കോളേജിലെയും കോഴ്സുകളുടെ ഇയർ ഒന്നും അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻ കേസ് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് 6ാമത്തെ യൂണിറ്റിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ വന്നു, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയും ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ഇയേഴ്സ് ഒന്നും നമുക്ക് പഠിക്കുക എന്നുള്ളത് അത്ര, വർക്കിൻ്റെ ഇയർ തന്നെ പഠിക്കാൻ ധാരാളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റികൾ കോഴ്സ് കൊണ്ടുവന്നതിൻ്റെയും കൂടെ ഇയറൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു ലോജിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. പറ്റിയാൽ നിങ്ങളുടെ പരന്ന വായനയിൽ ഇതിനെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒത്തിരി ചോദ്യമൊന്നും വരത്തില്ല കേട്ടോ. ഇങ്ങനത്തെ ഒറ്റൊരു ചോദ്യം കണ്ടിട്ട് നിങ്ങളുടെ മൊത്തം കോൺഫിഡൻസ് ലെവൽ ഒന്നും കളയണ്ട, അങ്ങനൊന്നുമില്ല.
ഗിരീഷ് കർണാടിനെ അറിയാലോ, ഫേമസ് റൈറ്റർ അല്ലെ. ഗിരീഷ് കർണാഡ്സ് ഹയവദന ആൻഡ് തോമസ് മാൻസ് ഷോർട്ട് നോവൽ ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ ടെയിൽ ഓഫ്. ഓക്കെ, ഗിരീഷ് കർണാടിന്റെ ഹയവദനയും തോമസ് മാന്റെ ഷോർട്ട് നോവൽ ആയിട്ടുള്ള ട്രാൻസ്പോസ്ഡ് ഹെഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത് രണ്ടും ഏത് ടെയിലിനെ, ഏത് കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഇന്ത്യൻ റൈറ്റിംഗ്സിൽ നിന്നാണ് ഹിതോപദേശ, പഞ്ചതന്ത്ര, ദെൻ ജാതക കഥ, ജാതക സ്റ്റോറീസ് എന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്, കഥാ സരിത് സാഗര. ഇതിലേതാ റൈറ്റ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് കഥാ സരിത് സാഗര അല്ലെ, കഥാ സരിത് സാഗര. പിന്നെ നമ്മുടെ ഹൈവദനയിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് ഭാഗവത, നറേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. പാർഷ്യൽ ഹോഴ്സ് ആയിട്ടും പാർഷ്യൽ ഹ്യൂമൻ ആയിട്ടുമാണ് നമ്മൾ ഹയവദനയെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ കഥാ സരിത് സാഗര ഇമ്പോർട്ടന്റ് ആണ്. ഗിരീഷ് കർണാഡ്സ് ഹയവദന ആൻഡ് തോമസ് മാൻസ് ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഏൻഷ്യൻ ഇന്ത്യൻ ടെയിൽ ഓഫ് ടു മെൻ സ്വാപ്പിംഗ് ഹെഡ്സ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇവർ രണ്ടുപേരും പ്രണയിക്കുന്നത് ഒരേ ലേഡിയെ തന്നെയാണ്. അപ്പം ആ ലേഡിക്ക് പക്ഷെ ഒരാളിനെ മാത്രമേ ഹസ്ബൻഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവർ തമ്മിൽ മരിക്കുന്നുണ്ട്, ഒരു റൈവലിനിടയിൽ അവർ മരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ജീവൻ തിരിച്ചു വേണമെന്ന് നമ്മുടെ ദേവിയോട് എന്താ പറയാ ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ കൊടുത്തപ്പോൾ തല മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം തലയും ഉടലും തമ്മിലാണ് മാറ്റം സംഭവിക്കുന്നത് അല്ലെ, കൃത്യമായിട്ടുള്ള ബോഡിയിലല്ല ഹെഡ് പ്ലേസ് ചെയ്തത്. അതാണ് ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന് പറയുന്നത്. സ്വാപ്പിംഗ് ഹെഡ്സ് വിച്ച് ഓറിജിനേറ്റ്സ് ഇൻ ദ കഥാ സരിത് സാഗര ഓഷ്യൻ ഓഫ് സ്റ്റോറീസ് അല്ലെ. കഥാ സരിത് സാഗര എന്ന് പറഞ്ഞാൽ ഓഷ്യൻ ഓഫ് സ്റ്റോറീസ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ നെയിം. അതോടെ ഓർത്തോണേ. ദി സാൻസ്ക്രിറ്റ് നറേറ്റീവ് കളക്ഷൻ കമ്പൈൽഡ് ബൈ സോമദേവ ഇൻ ദ 11th century is rooted in the even older വേതാള എന്താ പറയാ പഞ്ചവിംശതി 22 tales of the വേദാള. ഓക്കെ, 22 tales of the വേദാളയ്ക്കകത്തൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറി ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണേ. അപ്പൊ അടുത്തത്, ഹൗ ഡു വി കോൾ ദ സ്പേസ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ്. അതായത് വോക്കൽ കോഡുകൾക്കിടയിൽ എന്താ പറയാ വോക്കൽ എന്താ പറയാ ഫോൾസിനിടയിലുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പം ഇതിനെ രണ്ട് രീതിയിലും വിളിക്കും കേട്ടോ. വോക്കൽ ഫോൾഡ് എന്നും അതുപോലെ തന്നെ ആ കോഡ് അല്ലെങ്കിൽ പോലും അതിന്റെ ഇടയിലുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഹൗ ഡു വി കോൾ ദ സ്പേസ് ബിറ്റ്വീൻ ദ വോക്കൽ ഫോൾഡ്സ്. ഈ വോക്കൽ ഫോൾഡുകളുടെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്താ പറയുന്നത്? ലാരിങ്സ് എന്നാണോ, ഗ്ലോട്ടിസ് എന്നാണോ, വേലം എന്നാണോ, അതോ ഇനി ടങ് എന്നാണോ? ആൻസർ വരുന്നത് ഗ്ലോട്ടിസ് എന്നാണ് കേട്ടോ. സ്പേസിനെ നമ്മൾ പറയുന്നത് ഗ്ലോട്ടിസ് എന്നാണ്. ഓക്കെ, ഗ്ലോട്ടിസ്. ഈ രണ്ട് ലെറ്റേഴ്സ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. The space between the vocal fold is called the glottis, or specifically the rima glottis. Okay, rima glottisനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിയൽ നെയിമും വീട്ടിലെ പേരും ഓർത്താൽ മതി. റിമ ഗ്ലോട്ടിഡിസ് ആണ് ഗ്ലോട്ടിസ്. ലൊക്കേറ്റഡ് വിത്തിൻ ദ ലാരിങ്സ്. ദിസ് ലാരിങ്സ് ഓപ്ഷനിലുണ്ട്, അതുകൊണ്ട് ലാരിങ്സ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ലാരിങ്സിനിടയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഓപ്പണിംഗ് ചേഞ്ചസ് ഷേപ്പ് ഡ്യൂറിംഗ് ദ ബ്രീത്തിങ് ആൻഡ് സ്പീച്ച്. ഓക്കെ, ഇത് ഷേപ്പ് ചേഞ്ച് നടത്താറുണ്ട്. നമ്മൾ സംസാരിക്കുകയും ബ്രീത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, and also widening during inhalation and narrowing to create sound phonation as air passes through. Okay, എയറിന്റെ പാസേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ചേഞ്ചസ് ഒക്കെ ഈ പറയുന്ന ത്രോട്ടിന്റെ ഡിഫറെന്റ് സ്പേസുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോക്കൽ ഫോൾഡുകളുടെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ ഗ്ലോട്ടിസ് എന്ന് വിളിക്കും. റിമ ഗ്ലോട്ടിഡിസ് എന്നാണ്. ചിലപ്പം ഓപ്ഷൻ അതിനെ അതും തരും, ലാരിങ്സും ഗ്ലോട്ടിസും റിമ ഗ്ലോട്ടിഡിസും തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗ്ലോട്ടിസും റിമ ഗ്ലോട്ടിഡിസും. ഓക്കെ, ചിലപ്പോൾ തെറ്റിച്ചായിരിക്കും തരുന്നത്, റിമ വേറെ ചേർത്തൊക്കെ തരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഗ്ലോട്ടിഡിസ് സ്പെല്ലിംഗ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പം ഗ്ലോട്ടിസും ഗ്ലോട്ടിഡിസും ഒരേ ഓപ്ഷനിൽ വരുവാണെങ്കിൽ ക്യാൻസൽ ചെയ്തു പോകും, കാരണം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. Which of the following novel of E.M. Forster does not display the mentioned contrast? Okay, ഈ ഒരു കോൺട്രാസ്റ്റ്, ഇവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഏത് E.M. Forster നോവലിനകത്താണ് ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റിനെ കുറിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലാത്തത്? Which of the following novels of E.M. Forster does not display the mentioned contrast? ഈ mentioned contrast എന്താ പറയാ വന്നിട്ടില്ലാത്തത് ഏതിലാണെന്ന്? കോൺട്രാസ്റ്റ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ എ പാസേജ് ടു ഇന്ത്യ,
Contrast of English and French culture in where angels fear to tread. Contrast of English and Italian culture in a room with a view. Contrast of the Schlegels and the Wilcox's families in Howard's End. Okay, ഇനി അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് ഈ കോൺട്രാസ്റ്റ് ഇല്ലാത്തതെന്ന് കണ്ടെത്തണം. മെൻഷൻ ചെയ്യാത്തത് കോൺട്രാസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് കൾച്ചർ അല്ല ഏഞ്ചൽസ് റെഡ് ടു ഫിയറിനകത്ത് വരുന്നത്, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ കോൺട്രാസ്റ്റ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാസേജ് ടു ഇന്ത്യയിലുണ്ട്. കാരണം AM ഫോസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വെൽവിഷർ കൂടെ ആയിരുന്നു അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് കുറേ ഐഡിയാസും കുറേ റിലേഷൻസും ഒക്കെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഫോസ്റ്റർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺട്രാസ്റ്റ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ എ പാസേജ് ടു ഇന്ത്യ, കോൺട്രാസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് കൾച്ചർ ഇൻ വെർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്, കോൺട്രാസ്റ്റ് ഓഫ് English and Italian culture room with a view. Contrast of the Schlegels and the Wilcoxes, അത് families in Howard's End ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കോൺട്രാസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് കൾച്ചർ അല്ല വേർ ഏഞ്ചൽ ഫ്രെഡ് ടു ടിയറിൽ പറയുന്നത് അല്ലെ, ത്രെഡിൽ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏഞ്ചൽസ് ഫ്രെഡ് ടു ടിയർ 1905 എക്സ്പ്ലോർസ് എ ക്ലാഷ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റാലിയൻ കൾച്ചർ കേട്ടോ ആൻഡ് വാല്യൂസ്. ദ മെൻഷൻ കോൺട്രാസ്റ്റ് ഇൻ യുവർ സോഴ്സ് ലൈക്ലി റെഫേഴ്സ് ടു പെയറിംഗ് ഓഫ് ഇംഗ്ലണ്ട് വിത്ത് ഫ്രാൻസ് which is inaccurate for this novel. Okay, അപ്പോൾ എന്ത് ആയിരുന്നു ഇവിടെ വരേണ്ടത്? ഇപ്പൊ ഇവിടെ ഇറ്റാലിയൻ എന്നായിരുന്നുവെങ്കിൽ ഇതും കറക്റ്റ് ആയേനെ. പക്ഷെ ഇറ്റാലിയന് പകരം ഇവർ ഫ്രഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് കോൺട്രാസ്റ്റ് അവിടെ വരുന്നില്ല. ഇംഗ്ലീഷും ഇറ്റാലിയനും കോൺട്രാസ്റ്റ് ആണ് ഇവിടെ നമുക്ക് ഈ നോവലിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. ഇവിടെ ഫ്രഞ്ച് അല്ല വരുന്നത്, ഇറ്റാലിയൻ ആണ് റൈറ്റ്. ഇറ്റാലിയൻ ആയിരുന്നുവെങ്കിൽ അത് ശരിയായേനെ. പക്ഷെ ഇവിടെ നമുക്ക് ഡസ് നോട്ട് എന്താ പറയുക ഡിസ്പ്ലേ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് B തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. B അല്ലെങ്കിൽ 2 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പിന്നെ മാച്ചപ്പിൽ എങ്ങാനും ഇയേഴ്സ് മാച്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1905 ഏഞ്ചൽ ഫ്രെഡ് ടു ടിയർ എന്നുള്ള വർക്ക് വരുന്നത്. ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് ചോദിച്ചാൽ നോവലാണ്. Who wrote the following about Rousseau? Okay, റൂസോയെ കുറിച്ച് ഈ ഐഡിയാസ് എഴുതിയിട്ടുള്ളത് ആരാണ്? Who wrote the following about Rousseau? Like his favorite philosopher Plato, Rousseau sought to discover and produce the moral man who would make the moral society and a moral society that would foster the moral man. ഇല്ലേ, അതായത് in his favorite like his favorite philosopher Plato. Okay, റൂസോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലോസഫർ ആണ് പ്ലേറ്റോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, റൂസോ അതിനകത്ത് കുറേ ഐഡിയാസ് പറയുന്നുണ്ട്. മോറൽ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ സൊസൈറ്റിയുടെ ഭാഗമാണ് ഇല്ലേ. ധാർമ്മിക മൂല്യങ്ങൾ ഒരുപാടുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ആ ബോധ്യമുള്ള മനുഷ്യരെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധ്യമാവത്തുള്ളൂ. ഓക്കെ, അപ്പം എന്താ ഇൻ ഹിസ് ഫേവറൈറ്റ് ഹൂ റോട്ട് ദ ഫോളോയിങ് അബൌട്ട് റൂസോ, റൂസോയെ കുറിച്ച്. ഓക്കെ, പ്ലേറ്റോയിൽ വളരെയധികം വർക്ക്ഷിപ്പ് ചെയ്തിരുന്ന ഒരാളാണ് റൂസോ. അതുകൊണ്ട് പ്ലേറ്റോയുടെ കുറേ ഐഡിയാസ് റൂസോ യൂസ് ചെയ്തിട്ടുണ്ട്. റൂസോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓക്കെ ലൈക്ക് ഹിസ് ഫേവറേറ്റ് ഫിലോസഫർ, തൻ്റെ ഫേവറേറ്റ് ഫിലോസഫറായ പ്ലേറ്റോയെ പോലെ റൂസോയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നതും മോറൽ വാല്യൂസ് ഉള്ള മനുഷ്യൻ മോറൽ വാല്യൂസ് ഉള്ള സമൂഹത്തിലായിരിക്കും, മോറൽ വാല്യൂസ് ഉള്ള സമൂഹം മോറൽ വാല്യൂസ് ഉള്ള മനുഷ്യനെ വാർത്തെടുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആരാണ്? JS മില്ലാണോ, മേരി വൂൾസ്റ്റോൺക്രാഫ്റ്റ് ആണോ, ഡോക്ടർ ജോൺസൺ ആണോ, പീറ്റർ ഗേ ആണോ? പീറ്റർ ഗേ ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. പീറ്റർ ഗേ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ദി കോട്ട് ഈസ് ആട്രിബ്യൂട്ടഡ് ടു പീറ്റർ ഗേ, എ renowned historian of the Enlightenment കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആണ്. In his extensive analysis of Jean-Jacques Rousseau's political and moral philosophy, Gay argued that Rousseau's project was deeply influenced by Plato. He interpreted Rousseau's work as a dual quest to cultivate a moral individual capable of forming a moral society, which in turn would provide the necessary environment to sustain and foster such individuals. ഇല്ലേ, പീറ്റർ ഗേ ആണ് പറയുന്നത്, വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് ഓഫ് ദ എൻലൈറ്റൻമെന്റ് period. In his extensive analysis of Jean-Jacques Rousseau's political and moral philosophy, Gay argued that Rousseau's project was deeply influenced by Plato. അല്ലേ, റൂസോയുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ എന്താ പറയുക പ്ലേറ്റോയിലും ഇൻഫ്ലുവൻസ്ഡ് ആണ്. He interpreted Rousseau's works as a dual quest. അല്ലേ, ഒരു ഡ്യുവൽ ക്വസ്റ്റ് ആയിട്ടും കൂടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. To cultivate a moral individual capable of forming a moral society, which in turn would provide the necessary environment to sustain and foster such individuals. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയേ? ഗേ ആണ് ആൻസർ വരുന്നത്. അടുത്ത നമ്മുടെ
37ാമത്തെ ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് 37ാമത്തെ ചോദ്യം. നമുക്കതൊന്ന് പരിശോധിക്കാം. ഓക്കെ, എന്താണ് 37ാമത്തെ ചോദ്യത്തിന്റെ ഐഡിയ എന്ന് നോക്കാം. വലിയൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞത് വായിക്കാതെ വിടരുത്. Angela McRobbie is in an influential essay first published in 1978 argues that Jackie, the best-selling teenage girls magazine in the 1970s. Okay, അപ്പം ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത 1978 ഒരു എസ്സേയിലാണ് ഇങ്ങനെ പറയുന്നത് ജാക്കി എന്ന് പറയുന്ന ടീനേജ് ഗേൾസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാഗസിൻ. ഓക്കെ, ഇത് 1970കളിൽ ഉള്ളതാണ്. ക്യാൻ ബി അനലൈസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെസ്സേജസ്, എ സിഗ്നിഫൈയിങ് സിസ്റ്റം ആൻഡ് എ ബിയറർ ഓഫ് എ സർട്ടൺ ഐഡിയോളജി. അല്ലേ, അതായത് ആ സമയത്തെ പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ ഒരു മാഗസിനായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റി. കുറെ ഐഡിയോളജീസ് ഒക്കെ അതിലുണ്ട്. ആൻഡ് ഐഡിയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടീനേജ് ഫെമിനിനിറ്റി. അല്ലേ, അതായത് ഫ്രം ദ ടീനേജ് ഇറ്റ് സെൽഫ്, നമുക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയം മുതൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫെമിനിനിറ്റിയും നമ്മളിലേക്ക് വരുന്നുണ്ട്. അല്ലേ, ഇറ്റ്സ് വെരി വിസിബിൾ ഇൻ ഹ്യൂമൻ ബോഡി, ഫീമെയിൽ ബോഡി ചേഞ്ചസ് ഇറ്റ് സെൽഫ്. ഓക്കെ, മക്രോബി ഐഡന്റിഫൈസ് 4 സ്ട്രാറ്റജീസ്, സബ് കോഡ്സ്. ഓക്കെ, സ്ട്രാറ്റജികളെ സബ് കോഡുകൾ എന്നാണ് അഡ്രസ് ചെയ്തത്. ത്രൂ വിച്ച് ജാക്കി മേക്സ് ഇറ്റ് അപ്പീൽ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്ട്രാറ്റജീസ് ഓർ സബ് കോഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ 1970കളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ടീനേജ് ഗേൾസ് മാഗസിൻ ആണ് ജാക്കി എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ഐഡിയാസും കുറെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ ഉണ്ട്. ആ സമയത്തുള്ള ടീനേജ് പെൺകുട്ടികൾ അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള കുറെ ചേഞ്ചസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫെമിനിനിറ്റി അവരിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ടീനേജ് ഫെമിനിനിറ്റി ഒരു പുതിയ ടേമായിട്ട് നമുക്ക് കാണാം. 1978 ഇതിനെക്കുറിച്ച് പറഞ്ഞത് മക്രോബിയാണ്. ഓക്കെ, മക്രോബിയാണ് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് 4 സ്ട്രാറ്റജീസിനെ. മൈക്രോബി ഐഡന്റിഫൈസ് 4 സ്ട്രാറ്റജീസ്. അല്ലെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്ട്രാറ്റജി. ഇതിനകത്ത് കറക്റ്റ് സ്ട്രാറ്റജി ഏതുണ്ടെന്ന്: കോഡ് ഓഫ് സിനിമ, ദ കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, ദ ലൈഫ് കോഡ് ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആൻഡ് ദ കോഡ് ഓഫ് പോപ്പ് മ്യൂസിക്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റെപ്രസെന്റേഷൻ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്, അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ദ കോഡ് ഓഫ് റൊമാൻസ്, ദ കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, ദ കോഡ് ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആൻഡ് ദ കോഡ് ഓഫ് മോൾ കൾച്ചർ. ഈ മോൾ കൾച്ചറിനെ കുറിച്ചും ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ബ്യൂട്ടി മാഗസിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഹിഡൻ ഐഡിയ തന്നെ ഈ ഫാഷൻ വേൾഡ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ആണല്ലോ. സോ അതിനെക്കുറിച്ച് കിട്ടും. അപ്പം പോപ്പ് മ്യൂസിക്, മോൾ കൾച്ചർ ഒക്കെ അതിലുണ്ടെന്ന് പറയുന്നു. ദ കോഡ് ഓഫ് റൊമാൻസ്, ദ കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, കോഡ് ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ആൻഡ് ദ കോഡ് ഓഫ് പോപ്പ് മ്യൂസിക്. ഓക്കെ, ആ ഒരു ഐഡിയ നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കണേ, കോഡ് ഓഫ് സിനിമയാണ്, ഇവിടെ കോഡ് ഓഫ് റൊമാൻസ് ആണ്. ഇത് തമ്മിൽ തെറ്റിപ്പോവരുത്. നമുക്ക് തോന്നും പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ഓപ്ഷൻ ആണെന്ന് ഫീൽ ചെയ്യും, 1ഉം 3ഉം, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. അതാണ്ട് ഇവിടെയാണ് ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഡിഫറൻസ് വിസിബിൾ ആണ്, നോക്കിക്കോണേ. അടുത്തത് കോഡ് ഓഫ് സിനിമ, ദ കോഡ് ഓഫ് പേഴ്സണൽ, എന്താ പറയുക, കോഡ് ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി ആൻഡ് ദ കോഡ് ഓഫ് പോപ്പ് മ്യൂസിക്. ഇവിടെ എങ്ങും കോസ്മെറ്റിക്സ് വന്നിട്ടില്ല, ഈ സ്ഥലത്ത് മാത്രമാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ മാഗസിനിൽ വന്നിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, കോഡ് ഓഫ് റൊമാൻസ് ആണ്. കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫ്, ദ കോഡ് ഓഫ് ഫാഷൻ ബ്യൂട്ടി ആൻഡ് ദ കോഡ് ഓഫ് പോപ്പ് മ്യൂസിക്. എന്തൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ജാക്കി എന്ന് പറയുന്ന ടീനേജ് മാഗസിനിലൂടെ നമുക്ക് എന്ത് ഐഡിയ ആണ് ടീനേജ് ഗേൾസിന് കിട്ടുന്നതായിട്ട് മാക്രോബി ഐഡന്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഡ് ഓഫ് റൊമാൻസ് കിട്ടും, കോഡ് ഓഫ് പേഴ്സണൽ ഡൊമസ്റ്റിക് ലൈഫിനെ കുറിച്ച് ഐഡിയാസ് കിട്ടും, കോഡ് ഓഫ് ഫാഷനും ബ്യൂട്ടിയും കോഡ് ഓഫ് പോപ്പ് മ്യൂസിക്കും നമുക്ക് ഇവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 37ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു മാക്രോബിയിൽ നിന്നുള്ള ചോദ്യം, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിനി ഫർദർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അപ്കമിങ് വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.